ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ലോ ഓഫ് അലൈൻമെന്റിനെ കുറിച്ചിട്ടും സംസാരിക്കാൻ പോവുകയാണ്. ലോ ഓഫ് അലൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ സാധാ ഒരു ചിത്രം വരയ്ക്കുമ്പോഴായിക്കോട്ടെ നമ്മൾ പറയാറുണ്ട് അതിന്റെ അലൈൻമെന്റ് ഒന്ന് കറക്റ്റ് ആക്കണം എന്ന് പറയും. നമ്മുടെ വണ്ടി റിപ്പയറിങ്ങിന് പോകുന്ന സമയത്ത് ആ കാറിന്റെ വീൽ ഒന്ന് അലൈൻ ചെയ്യണം എന്ന് പറയാറുണ്ട്. അതായത് മറ്റുള്ള സാഹചര്യങ്ങളുമായും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തു ആയിക്കോട്ടെ, നമ്മുടെ സ്വപ്നങ്ങളായിക്കോട്ടെ, അതെന്തിനേയും അതിന്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിന്റെ എനർജിയിലേക്ക് നമ്മുടെ എനർജിയെ തുല്യപ്പെടുത്താനായിട്ട് എത്തുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് അലൈൻമെന്റ്. നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ചിന്തകളെ വൈബ്രേഷൻ കൂട്ടി നമ്മൾ അട്രാക്ട് ചെയ്യേണ്ട യൂണിവേഴ്സിലെ ആഗ്രഹങ്ങളുടെ എനർജി അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസിയിലേക്ക് തുല്യപ്പെടുത്തി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ലോ ഓഫ് അലൈൻമെന്റ്. അപ്പൊ ലോ ഓഫ് അലൈൻമെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് എനർജിയെയും ലോ ഓഫ് വൈബ്രേഷനെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കുന്നത്. അലൈൻമെന്റ് കറക്റ്റ് ആക്കാനായിട്ട് നമ്മുടെ വൈബ്രേഷൻ കൂട്ടണം, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുത്ത് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ അലൈൻമെന്റ് കറക്റ്റ് ആക്കാവുന്നതാണ്.